ഈ യോഗം നടക്കുമ്പോൾ 3 പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പൻ അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അങ്ങാടിയിൽ കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഈ നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് എത്തിയ കർഷകരെ, കർഷക തൊഴിലാളികളെ, പ്രിയപ്പെട്ട പ്രവാസികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല. ആർക്കു വേണ്ടിയാണോ ഞാൻ പോരാട്ടത്തിന് ഇറങ്ങിയത്, അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. അതവിടെ നിൽക്കട്ടെ. ഞാൻ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ്. സൗണ്ടില്ലേ? ടി.വി. അൻവർ സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ എനിക്കൊന്ന് ബാങ്ക് വിളിക്കുകയാണെന്ന് തോന്നുന്നു അവിടെ. അതുകൊണ്ടാണ് അദ്ദേഹം അല്പത്തെ നിശബ്ദനായത്. എന്തായാലും വലിയ ജനാവലി അവിടെയുണ്ട്, വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. അത് 100, 50 ഒന്നും ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ അത് നിലമ്പൂരിലെ മാത്രം ആൾക്കാരല്ല, മലപ്പുറത്തെ കോഴിക്കോട്ടെ മാത്രം ആൾക്കാരല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വലിയ ജനാവലി അവിടെ എത്തിയിരിക്കുന്നു. പി.വി. അൻവറിൻ്റെ ആദ്യ മൂവ് അത് വിജയിക്കുന്നു എന്ന് വേണം ഈ വലിയ ജനാരവത്തെ കാണുമ്പോൾ മനസ്സിലാക്കാൻ. പി.വി. അൻവറിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ടാണ് പി.വി. അൻവർ തുടങ്ങിയത്. ഇവിടെ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ബൈറ്റ് ചോദിക്കുന്ന ആൾക്കാരൊക്കെ പി.വി. അൻവർ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ, പി.വി. അൻവർ പറയുന്നതിന് പാർട്ടിയുടെ മറുപടി എന്താണ് എന്ന ചോദ്യം അവർ ചോദിക്കും. അത് കോമണായി ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും തിരിച്ചു ചോദിച്ചത് പി.വി. അൻവർ പറയുന്നതിൽ CPM-ൻ്റെ മറുപടി എന്താണ്, മറുപടിയില്ലാതെ അൻവറിനെതിരെ നടപടിയെടുക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം വ്യാപകമായി ചോദിക്കപ്പെട്ടു. ആ ചോദ്യം വലിയ കാമ്പുള്ള ചോദ്യമാണ് എന്ന് തന്നെയാണ് ഈ ജനാവലി എന്താണ് കാണിച്ചു തരുന്നത്. നേരത്തെ പി.വി. അൻവർ 200 പേര് വരും, 50 പേര് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. അങ്ങനെ പി.വി. അൻവറിൻ്റെ